സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂട്. 14 ജില്ലകളിലും താപനില 35 ഡിഗ്രിക്ക് മുകളിൽ. പാലക്കാട് ജില്ലയിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, അതിതീവ്ര മുന്നറിയിപ്പാണ്. ശാലിനിയിലേക്ക് എത്താം. എന്തായാലും സംസ്ഥാനത്ത് കൊടും ചൂട് തന്നെയാണ്. കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. എല്ലാ ജില്ലകളിലും 35 ഡിഗ്രിക്ക് മുകളിൽ താപനില എത്തി എന്നുള്ളത് അങ്ങേറ്റം അപകടകരമായ ഒരു സാഹചര്യം കൂടിയാണ്. ശാലിനി ചേരുന്നു. ശാലിനി, ഈ താപനില മുന്നറിയിപ്പുകൾ എപ്രകാരമാണ്? രോഹിണി, സംസ്ഥാന വ്യാപകമായി ചൂട് കൂടുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. 12-ലധികം ജില്ലകൾക്ക് ആശങ്കാജനകമായ രീതിയിൽ ചൂട് വർദ്ധിക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും ഉയർന്ന താപനില നിലവിൽ രേഖപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില എത്തുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകൾക്കും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കും ജാഗ്രതാ മുന്നറിയിപ്പ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇതിൽ ആശങ്ക ഏറ്റവും ഉയർത്തുന്നത് കൊല്ലം ജില്ല, ഒപ്പം തന്നെ പാലക്കാട്. ഇവിടെയൊക്കെ തന്നെ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരുകയാണ്. കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെയും താപനില. പാലക്കാട് ജില്ലയിൽ 45 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില എത്തുന്നു. പത്തനംതിട്ട ജില്ല, ഒപ്പം കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. ആലപ്പുഴയിലും എറണാകുളത്തും 37 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുന്നുണ്ട്. തൃശൂർ ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്ത് 37 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നു എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട്. സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതാ മുന്നറിയിപ്പുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറംപണി ചെയ്യുന്നവരും പുറത്ത് ജോലി ചെയ്യുന്നവരും ജാഗ്രത കൂടുതൽ പാലിക്കണം. കൂടുതൽ വെള്ളം കുടിക്കണം. രാവിലെ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടിയും നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്കും ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂര്യാഘാതവും ഏൽക്കുന്ന റിപ്പോർട്ടുകൾ കൂടി വന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പ് കൂടി കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് നിലവിൽ സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് വേനൽ പോവുകയാണ്, ചൂട് പോവുകയാണ്. അതേസമയം തന്നെ വേനൽ മഴ ശക്തമാകുന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കകൾ നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ വേനൽ മഴ ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുന്നറിയിപ്പുകൾ തുടരുന്നു. വരും ദിവസങ്ങളിലും 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നുള്ളതാണ് മിക്ക ജില്ലകൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. രോഹിണി, ശാലിനി പറഞ്ഞതുപോലെ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നിർമ്മാണ മേഖലയിലും അതോടൊപ്പം അവധിക്കാല ക്ലാസുകളും ഒക്കെ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം ഈ സംസ്ഥാനത്ത് കടുത്ത ചൂടിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഇനി അനുഭവപ്പെടുക ജലാശയങ്ങളിൽ അടക്കമായിരിക്കും. ഡാമുകളിലെ അടക്കം വെള്ളത്തിന്റെ തോത് ഗണ്യമായി തന്നെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വൈദ്യുതിയെ ബാധിക്കുന്നുണ്ട്. വൈദ്യുതി ഉപഭോഗം വലിയ രീതിയിൽ സംസ്ഥാനത്ത് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ താപനില ഇങ്ങനെ കുതിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങളും അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഹിണി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോകുന്നത് അടുത്തിടെ ഉണ്ടായ ഏറ്റവും ഉയർന്ന താപനിലയിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നുണ്ട്. അവിടെയും വലിയ രീതിയിലുള്ള ആശങ്ക നിൽക്കുകയാണ്. കാരണം പല KSEBയുടെ കൺട്രോളിൽ വരുന്ന ഡാമുകളിൽ ജലനിരപ്പ് കുറയുന്നതും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക ഈ വൈദ്യുതിയുടെ കാര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഉപഭോഗം 100 യൂണിറ്റിന് മുകളിലേക്കൊക്കെ പ്രതിദിനം പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് വൈദ്യുതിയുടെ കാര്യത്തിൽ നിൽക്കുന്നു. സമാനമായി തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പുകളും ഇപ്പോൾ നൽകുന്നുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ്. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒപ്പം ഈ അയഞ്ഞ നിറത്തിലുള്ളതും ഒപ്പം ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കണം എന്നുള്ളതാണ് മറ്റൊരു മുന്നറിയിപ്പ്. പാദരക്ഷകള്, കുട, ഇതൊക്കെ തന്നെ പുറത്തിറങ്ങുമ്പോൾ പൊതുജനങ്ങൾ കയ്യിൽ കരുതണം എന്നൊരു മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സൂര്യാഘാതം ഉണ്ടായി വെറ്റുന്നവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡും മറ്റ്
ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ആരോഗ്യ വകുപ്പ് കൂടി സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വെക്കേഷൻ ക്ലാസുകളൊക്കെ തന്നെ പല സ്കൂളുകളിലും നടക്കുന്നുണ്ട്. ഇത് അത്യാവശ്യമല്ലാത്ത ക്ലാസുകൾ നിർത്തിവെക്കാനും ഒപ്പം തന്നെ മറ്റ് ക്ലാസുകൾ നടത്തുന്നതിൽ മതിയായ വായുസഞ്ചാരമുള്ള ക്ലാസ് റൂമുകളായിരിക്കണം, ഒപ്പം തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കിടക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി ആരോഗ്യവകുപ്പും സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. എന്തായാലും കനത്ത ചൂടിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ്. വേനൽ ചൂടിനൊപ്പം തന്നെ സംസ്ഥാനത്ത് വേനൽ മഴ കുറഞ്ഞതും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുതന്നെയാണ് പ്രതിദിന താപനില ഉയരാനുള്ള പ്രധാന കാരണമായി കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ പ്രത്യേകിച്ച് ഏപ്രിൽ അവസാനത്തോടെയും മെയ് ആദ്യവാരത്തോടെയും വീണ്ടും താപനില 45-നും 50-നും അടുത്തേക്ക് എത്തുമെന്നുള്ളൊരു ആശങ്ക കൂടി സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.